കൊച്ചി നമ്പർ 18 ഹോട്ടൽ പോക്സോ കേസിൽ മൂന്നാം പ്രതി അഞ്ജലി റിമാദേവ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. അഞ്ജലിയെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം അഞ്ജലിയുടെ ഭാഗത്തു നിന്നുണ്ടായോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ, ഇന്ന് രാവിലെ കോടതിയിൽ നടത്തിയ പ്രതികരണം ഒഴിച്ചാൽ ബാക്കി പിന്നീട് അവർ ഇതിനോട് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. രാവിലെ അവർ പറഞ്ഞത് സത്യം പുറത്തു വരും എന്നത് തന്നെയാണ് അവർ അന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവിടെ നിന്ന് മടങ്ങിയത്. അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ താൻ ഹാജരാകുകയും ചെയ്യും എന്ന് അവർ പറഞ്ഞിരുന്നു. രാവിലെ ജാമ്യ നടപടികളുമായി ഹൈക്കോടതി അനുവദിച്ച ജാമ്യ നടപടികളുടെ തുടർച്ചയായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു തുടർച്ചയുടെ ഭാഗമായിട്ടായിരുന്നു കോടതിയിലെത്തിയത്. ഇന്ന് ഏതാണ്ട് ഒരു അരമണിക്കൂർ മുൻപായി ഇവർ ഇവിടെ കമ്മീഷണർ ഓഫീസിൽ സ്ഥിതി ചെയ്യുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ചോദ്യം ചെയ്യൽ അവര് തുടരുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനായ കൊച്ചി മെട്രോ CS അനന്തലാൽ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പ്രധാനമായും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വസ്തുതകൾ അവരിൽ നിന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇന്ന് അവർ ഒരുമിച്ചിരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യൽ, 3 പ്രതികളെയും ഇരുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ അതിൽ തീരുമാനമെടുത്തിരുന്നത്. പക്ഷെ അത് നടന്നിരുന്നില്ല. ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിച്ച സൈജു തങ്കച്ചൻ അതോടൊപ്പം തന്നെ റോയ് വയലാട്ട് എന്നിവരെ തിരിച്ച് കോടതിയിൽ ഹാജരാക്കുകയും അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു സാമ്പത്തിക ഇടപാടുകൾ, അതിന്റെ ഒരു പകപോക്കലാണ് ഇത്തരം ഒരു കൃത്യം, ഈ ഒരു പരാതിക്ക് പിന്നിലെന്ന് അടക്കമുള്ള കാരണങ്ങളാണ് അഞ്ജലി പറഞ്ഞിരുന്നത്. നേരത്തെ അവരുടെ ഫേസ്ബുക്ക് ലൈവുകളിൽ അടക്കമുള്ള കാര്യങ്ങൾ അവർ അതിൽ ആവർത്തിച്ചിരുന്നു. ഇത് സമാനമായ രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ച് റോയ് വയലാട്ടും അതോടൊപ്പം തന്നെ സൈജു തങ്കച്ചനും എല്ലാം തന്നെ ആവർത്തിച്ചത്. അങ്ങനെയെങ്കിൽ ഇതിന് ആസ്പദമായ രീതിയിലുള്ള ഏതെങ്കിലും തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതടക്കം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരാക്കുക എന്നതും ഇതിന്റെ ഈ ഉദ്ദേശത്തിന്റെ ഭാഗമാണ്. ഏതായാലും ഇപ്പോൾ അല്പസമയം മുൻപ് തന്നെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇവരുടെ ഒരു ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. കിരൺ, ശരി. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാല ലെക്സിക്കൻ മേധാവി സ്ഥാനം ഡോക്ടർ പൂർണിമ മോഹൻ രാജിവെച്ചു. ഗവർണർ വിശദീകരണം തേടിയതിന് പിന്നാലെയാണ് സ്ഥാനമൊഴിഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി മോഹന്റെ ഭാര്യയാണ് ഡോക്ടർ പൂർണിമ. സംസ്കൃതം അധ്യാപികയായ പൂർണിമയെ മലയാളം ലെക്സിക്കൻ മേധാവിയാക്കിയത് വിവാദമായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി VV അരുണാണ് ചേരുന്നത്. അരുൺ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ, യോഗ്യതയിൽ ഇളവ് നൽകി പൂർണിമ മോഹനെ നിയമിച്ചു എന്നായിരുന്നു പരാതി. ഇത് സംബന്ധിച്ച് ഗവർണർക്ക് പരാതി ലഭിക്കുകയും ഗവർണർ വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഡോക്ടർ പൂർണിമ ലെക്സിക്കൻ മേധാവി സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ കത്ത് നൽകിയത്. VC കത്ത് സ്വീകരിക്കുകയും കേരള സർവകലാശാല വൈസ് ചാൻസലർ അവരെ ലെക്സിക്കൻ മേധാവി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി മോഹന്റെ ഭാര്യയാണ് ഡോക്ടർ പൂർണിമ മോഹൻ. യോഗ്യതകളിൽ ഇളവ് വരുത്തി സംസ്കൃത അധ്യാപികയായ പൂർണിമ മോഹനെ 3 വർഷ കാലാവധിക്കാണ് നിയമിച്ചത്. അത് ഉന്നത സ്വാധീനം കാരണം നിയമിച്ചു എന്ന ആരോപണമാണ് ഉയർന്നത്. അത് സംബന്ധിച്ച പരാതി ഗവർണർക്ക് ലഭിക്കുകയും അദ്ദേഹം വിശദീകരണം തേടുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അവർ പദവിയിൽ നിന്ന് സ്വയം ഒഴിയാൻ തയ്യാറായിരിക്കുകയാണ്. അവർ പദവിയിൽ നിന്ന് ഒഴിയുമ്പോൾ ഇവരെ നിയമിച്ചത് വളരെ നേരത്തെയാണ്. അന്നും ഇതേ സമാനമായ വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ പദവിയിൽ നിന്ന് ഒഴിയുമ്പോൾ ഏതെങ്കിലും കാരണം പറഞ്ഞിട്ടുണ്ടോ? വ്യക്തമായ കാരണം പറഞ്ഞിട്ടില്ല. അവർ ഒഴിയാനുള്ള താല്പര്യം VC അറിയിക്കുകയായിരുന്നു. അത് അംഗീകരിച്ച് VC അവർക്ക് വിടുതൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ അഭിഭാഷകർക്കെതിരെ പരാതിയുമായി അതിജീവിത. അഭിഭാഷക വൃത്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പ്രതിക്ക് വേണ്ടി ചെയ്യുന്നതിനാൽ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. നേരത്തെ രാമൻപിള്ളയുടെ ഓഫീസ് വൈഫൈ ഉപയോഗിച്ച് ദിലീപിന്റെ ഫോണിലെ ഡേറ്റ നശിപ്പിച്ചതായി ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിരുന്നു. അതേസമയം മൊബൈൽ ഫോണിലെ തെളിവുകൾ നശിപ്പിച്ചിട്ടില്ലെന്ന് ദിലീപ് ഹൈക്കോടതിയെ അറിയിച്ചു. കോഴിക്കോട്ടെ സൈബർ വിദഗ്ധൻ സായി ശങ്കർ ഉപയോഗിച്ചും മുംബൈയിലെ ലാബിലെത്തിച്ചും ദിലീപ് അടക്കമുള്ള പ്രതികളുടെ മൊബൈൽ ഫോൺ രേഖകൾ നശിപ്പിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. IT വിദഗ്ധനായ സായി ശങ്കർ അഡ്വക്കേറ്റ് B രാമൻപിള്ളയുടെ കൊച്ചിയിലെ ഓഫീസിലെ വൈഫൈ ഉപയോഗിച്ചാണ് ഫയലുകൾ ഡിലീറ്റ് ചെയ്തതെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായി. B രാമൻപിള്ളയോടൊപ്പമുള്ള അഭിഭാഷകർ മുംബൈയിലെ ലാബിലെത്തിയതായും ലാബ് ഉടമ ക്രൈംബ്രാഞ്ചിനോട് വ്യക്തമാക്കിയിരുന്നു. ഈ വിവരങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ആക്രമിക്കപ്പെട്ട നടി രാമൻപിള്ളയ്ക്കും ഒപ്പമുള്ള അഭിഭാഷകർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് കേരള ബാർ കൗൺസിലിനെ സമീപിച്ചത്. അഭിഭാഷക വൃത്തിയുടെ പവിത്രത കളങ്കപ്പെടുത്തുന്ന നടപടികളാണ് രാമൻപിള്ളയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. 20 സാക്ഷികൾ കൂറുമാറിയതിലും ഫോൺ രേഖകൾ നശിപ്പിച്ചതിലും രാമൻപിള്ളയുടെ കരങ്ങളുണ്ടെന്ന് അതിജീവിത ആരോപിക്കുന്നു. നേരത്തെ തെളിവ് നശിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് രാമൻപിള്ളയ്ക്ക് നോട്ടീസ് നൽകിയത് വിവാദമായിരുന്നു. അതേസമയം മൊബൈൽ ഫോണുകളിലെ തെളിവുകൾ നശിപ്പിച്ചില്ലെന്ന് ദിലീപ് ഹൈക്കോടതിയെ അറിയിച്ചു.
കേസുമായി ബന്ധമില്ലാത്ത സ്വകാര്യ സന്ദേശങ്ങളാണ് ഫോണിൽ നിന്ന് നീക്കം ചെയ്തത്. ഫോറൻസിക് റിപ്പോർട്ടും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിശദീകരണവും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്നും ദിലീപ് നൽകിയ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. തന്റെ വീട്ടിൽ മുമ്പ് ജോലി ചെയ്തിരുന്ന ദാസന്റെ മൊഴി വാസ്തവവിരുദ്ധമാണ്. മൊഴി മാറ്റുന്നതിനായി പ്രേരണ ചെലുത്തിയതായി ആരോപിക്കുന്ന ദിവസം അഭിഭാഷകർ ഓഫീസിലുണ്ടായിരുന്നില്ല. ഈ ദിവസം അഭിഭാഷകന് കോവിഡ് ആയിരുന്നുവെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ദിലീപ് കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 കൊച്ചി. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ നിലപാട് കടുപ്പിക്കാൻ G23 നേതാക്കളുടെ യോഗം ഇന്ന് ചേരും. PJ കുര്യൻ യോഗത്തിൽ പങ്കെടുക്കും. ഗാന്ധി കുടുംബത്തിനെതിരെ കപിൽ സിബലിന്റെ പരാമർശത്തിൽ വിമർശനവുമായി കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി. കപിൽ സിബൽ നല്ല അഭിഭാഷകനാണെങ്കിലും നല്ല കോൺഗ്രസ് നേതാവല്ലെന്നായിരുന്നു മല്ലികാർജുൻ ഖാർഗെയുടെ കുറ്റപ്പെടുത്തൽ. ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നവജോത് സിദ്ധു രാജിവെച്ചു. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ നേതൃത്വത്തിനെതിരെ നിലപാട് കടുപ്പിക്കാനാണ് G23 നേതാക്കളുടെ തീരുമാനം. സംഘടനാ തലത്തിൽ സമഗ്രമായ അഴിച്ചുപണിയും സ്ഥിരം അധ്യക്ഷനും എന്നതാണ് തിരുത്തൽവാദി നേതാക്കളുടെ ആവശ്യം. ഉൾപാർട്ടി ജനാധിപത്യത്തിലൂടെ പാർട്ടിയിൽ എല്ലാവർക്കും ഇടം നൽകണമെന്നും നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. മുതിർന്ന നേതാവ് PJ കുര്യനും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. കോൺഗ്രസിന് സ്ഥിരമായ ഒരു പ്രസിഡന്റ് ഉണ്ടാകണം എന്നുള്ളതും അതുപോലെ ശൈലി മാറ്റം വേണമെന്നുള്ളതും ആ 2 കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം വേണ്ട എന്ന് പറയല്ലേ, ആ സ്ഥിതിക്ക് മറ്റൊരു പ്രസിഡന്റ് ഉണ്ടാകണം. ഗാന്ധി കുടുംബത്തിനെതിരായ കപിൽ സിബലിന്റെ പരാമർശത്തിൽ വിമർശനവുമായി കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി. ബഹുജന അടിത്തറയില്ലാത്ത നേതാവാണ് കപിൽ സിബലെന്ന് ആദിർ രഞ്ജൻ ചൗധരി വിമർശിച്ചു. और नहीं तो एसी कमरे में बैठ के आर्म चेयर में बैठ के दिन रात साउंड बाइट देने में फायदा क्या है मुझे पता नहीं. ये लोग ज्ञानी व्यक्ति है. കപിൽ സിബൽ നല്ല അഭിഭാഷകനാണ്, എന്നാൽ നല്ല കോൺഗ്രസ് നേതാവല്ലെന്ന് മല്ലികാർജുൻ ഖാർഗെ വിമർശിച്ചു. कपिल सिब्बल एक अच्छे एडवोकेट हो सकते हैं, लेकिन कांग्रेस पार्टी के एक अच्छे नेता नहीं हो सकते. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ പഞ്ചാബിലെ കോൺഗ്രസ് എംപിമാരുമായി സോണിയാഗാന്ധി ചർച്ച നടത്തി. അതേസമയം ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ നവജോത് സിംഗ് സിദ്ധു രാജിവെച്ചു. ന്യൂസ് 18 ഡൽഹി. കേരയിൽ പദ്ധതിക്കായി നിലവിൽ ഭൂമി ഏറ്റെടുക്കാനാകില്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി. കേരയിൽ സങ്കീർണമായ വിഷയമാണ്. പദ്ധതിക്കെതിരെ ഉയർന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഗൗരവമുള്ളതാണ്. ടെക്നോ എക്കണോമിക് റിപ്പോർട്ട് കിട്ടാതെ അന്തിമ അനുമതി സംബന്ധിച്ച് ഒന്നും പറയാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റുമുട്ടുന്ന ഇടത് വലത് എംപിമാർ തമ്മിൽ എന്ത് ധാരണയാണെന്ന് അറിയില്ലെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. സിൽവർ ലൈൻ സർവേക്കെതിരെ മലപ്പുറം തിരൂരിൽ പ്രതിഷേധത്തിൽ സംഘർഷം. തിരൂർ ഫയർ സ്റ്റേഷൻ സമീപമാണ് നാട്ടുകാർ വൻ പ്രതിഷേധം ഉയർത്തിയത്. അതിനിടെയാളെ കല്ലുകൾ പ്രതിഷേധക്കാർ പിഴുതെറിഞ്ഞു. പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെയാണ് നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ അടക്കമുള്ളവർക്ക് പരിക്കേറ്റത്. 9 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. മുന്നറിയിപ്പ് നൽകിയില്ലെന്ന് ആരോപിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. MLA-മാരുടെ ആസ്തി വികസന ഫണ്ട് 5 കോടിയായി പുനഃസ്ഥാപിക്കും. ബജറ്റ് ചർച്ചയുടെ മറുപടിയിലാണ് ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചത്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്നാണ് നേരത്തെ ഫണ്ട് വെട്ടിക്കുറച്ചത്. ക്ഷേമ പെൻഷൻ പിന്നീട് വർദ്ധിപ്പിക്കുമെന്നും LDF നൽകിയ വാക്കു പാലിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ സാമ്പത്തിക പരിമിതിയുണ്ടെന്നും 100 രൂപ കൂട്ടിയാൽ 1000 കോടി രൂപയുടെ ബാധ്യത വരുമെന്നും മന്ത്രിയുടെ വിശദീകരണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്തു. നമുക്ക് കഴിഞ്ഞ വർഷം ഈ ഫണ്ട് ഏറ്റെടുക്കേണ്ടി വന്നു. വികസന പ്രവർത്തനങ്ങൾക്ക് ആസ്തി വികസന പദ്ധതി അടുത്ത സാമ്പത്തിക വർഷം, അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തേതിനേക്കാൾ ഒന്നുകൂടെ കുതിപ്പുണ്ടാവാൻ 5 കോടി രൂപയായിട്ട് ആസ്തി വികസന ഫണ്ട് പഴയതുപോലെ തന്നെ വർദ്ധിപ്പിക്കുകയാണ് സാർ. നമ്മൾ പഴയതുപോലെ തന്നെ ആ കാര്യം പുനഃസ്ഥാപിക്കുകയാണ്. ഈ കോവിഡ് കാലമാണെങ്കിലും പുനഃസ്ഥാപിക്കുകയാണ്. ഇത് ഡൽഹി പോകുന്ന 19 എംപിമാർക്ക് കൈയടിക്കാൻ പറ്റുന്ന 20 എംപിമാർക്ക് കൈയടിക്കാൻ പറ്റില്ല സാർ. കാരണം അവിടെ MP ലാഡ്സ് പദ്ധതി വെട്ടിക്കുറച്ച തുക ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല സാർ. ഇത് വലിയ കാര്യമാണോ? കൈയടിക്കുന്നത് എന്തിനാ ചോദിക്കുന്നത്? MP ലാഡ്സ് അവിടെ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല സാർ. അപ്പൊ ഇവിടെ സ്ഥാപിക്കുകയാണ് സാർ, പുനഃസ്ഥാപിക്കുകയാണ് സാർ. ഡീസൽ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഹരിത നികുതിയിൽ നിന്നും ഓട്ടോറിക്ഷയെ ഒഴിവാക്കി. ധനമന്ത്രി KN ബാലഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത്. 15 വർഷത്തിലേറെ പഴക്കമുള്ള വാഹനങ്ങളിൽ നിന്ന് ഈടാക്കുന്ന ഹരിത നികുതിയിൽ 50% വർധന വരുത്താൻ സംസ്ഥാന ബജറ്റിൽ നിർദ്ദേശമുണ്ടായിരുന്നു. നദീ സംരക്ഷണത്തിനും പട്ടയങ്ങൾ ഡിജിറ്റലാക്കുന്നതിനും 10 കോടി രൂപ വീതം അനുവദിച്ചെന്നും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം ലോ കോളേജിലെ SFI KSU സംഘർഷത്തിന്റെ പേരിൽ നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര്. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ ഉത്തരവ് കൊടുക്കുന്ന പാർട്ടി സെക്രട്ടറിയുടെ നിലവാരത്തിലേക്ക് മുഖ്യമന്ത്രി തരം താഴ്ന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി തോറ്റതോടെ പ്രതിപക്ഷ നേതാവിന്റെ മനോനില തകർന്നെന്ന് മുഖ്യമന്ത്രിയും തിരിച്ചടിച്ചു.
തിരുവനന്തപുരം ലോ കോളേജ് സംഭവം ചൂണ്ടിക്കാട്ടി സംസ്ഥാന വ്യാപകമായി KSU പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. SFI പ്രവർത്തകരെയും ഗുണ്ടകളെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയാണ് കേരളത്തിൽ. തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയാണ്. സാർ ഇതിന് പരിഹാരം ഉണ്ടാക്കണം. ഇതിനെല്ലാം കൊട പിടിച്ചു കൊടുക്കാതെ സാർ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ്. അന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: ഏറ്റവും പ്രബലമായ ഒരു വിദ്യാർത്ഥി സംഘടനയെ ആക്ഷേപിക്കുന്നതിന് അതിനുവേണ്ടി ഏത് നിലവിട്ടും ആക്ഷേപിക്കാമെന്നാണ്. അതിന് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ഉപയോഗിക്കലാണ്. ആ പിന്നിൽ നിന്ന് ബഹളം വെക്കുന്നവര് ആ നിലയിലേക്ക് അധപ്പതിക്കാൻ പാടുണ്ടോ ബഹുമാനായ പ്രതിപക്ഷ നേതാവ്? അതാണോ വേണ്ടത്? അക്രമികൾക്ക് ആയുധം നൽകുന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടേതെന്ന് പ്രതിപക്ഷ നേതാവ്. ബഹുമാനായ മുഖ്യമന്ത്രി ഈ പ്രതിപക്ഷ നേതാവ് പിൻനിരയിലുള്ള ആളുകളെ പോലെ അധപ്പതിച്ചു എന്നുള്ളൊരു പ്രയോഗം നടത്തി. സാർ, പിൻനിരയിലുള്ള ആളുകൾ അങ്ങനെ അധപ്പതിച്ച ആളുകളൊന്നുമല്ല. ഞങ്ങള് വീട് തുളച്ചു വന്ന ആളുകളല്ല പിൻനിരയിലിരിക്കുന്നത്. പിൻനിരയിലിരിക്കുന്നവർ ജനങ്ങളുടെ അംഗീകാരം തേടി വന്നവർ തന്നെയാണ്. സാർ, എനിക്ക് അതേ നിലവാരം തന്നെയുള്ളൂ. പ്രതിപക്ഷ നേതാവ് KSU-കാരനായി തരം താഴരുതെന്ന് മുഖ്യമന്ത്രി. അദ്ദേഹം പഴയ KSU നേതാവിന്റെയും യൂത്ത് കോൺഗ്രസ് നേതാവിന്റെയും ഫലത്തിലേക്ക് അധപ്പതിക്കുകയാണ്. അതാണ് ഇവിടെ കണ്ടത്. അതിന്റെ ഭാഗമായുള്ള പ്രകടനമാണ് ഇവിടെ കണ്ടത്. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ പണ്ട് ഉത്തരവ് കൊടുത്ത പാർട്ടി സെക്രട്ടറിയുടെ നിലവാരത്തിലേക്ക് മുഖ്യമന്ത്രി തരം താഴരുതെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. ഞാൻ പഴയ KSU നേതാവും യൂത്ത് കോൺഗ്രസ് നേതാവുമായിട്ട് വളർന്നു വന്ന ആള് തന്നെയാണ്. സാർ, അതേ ആവേശവും ഒക്കെ ഇക്കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഉണ്ടാവും. ഞാനത് സമ്മതിക്കുന്നു. SFIക്കെതിരായ ആരോപണങ്ങൾ ചേർത്ത മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: ഇതെല്ലാം നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ സംഭവിക്കുന്ന ഒന്നാണ്. തകർന്നു പോകുന്നു, മറുഭാഗം ഉയർന്നു പോകുന്നു. SFI ആക്രമണത്തിൽ സർക്കാരിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നാരോപിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ന്യൂസ് 18 തിരുവനന്തപുരം. ലോ കോളേജ് സംഭവത്തിൽ പ്രതിഷേധിച്ച് നിയമസഭയിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. റോഡിന് സമീപം സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളും മറ്റും KSU പ്രവർത്തകർ നശിപ്പിച്ചു. പോലീസ് ബലം പ്രയോഗിച്ചാണ് ഇവരെ നീക്കിയത്. SFI പ്രവർത്തകരിൽ നിന്ന് ക്രൂരമർദ്ദനം നേരിടേണ്ടി വന്നെന്ന് ലോ കോളേജിലെ KSU പ്രവർത്തക സഫ്ന യാക്കൂബ്. ഇന്നലെ 2 തവണ മർദ്ദനമേറ്റെന്നും സഫ്ന പറഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സഫ്നയെ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. അവന്റെ കൂടെ 10 പേരെ വീടിന്റെ അകത്ത് കയറി തല്ലുകയും ടേപ്പ് വെട്ടി ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും നശിപ്പിച്ചു കളഞ്ഞു. ചെറിയ ഇടവേളയിലേക്ക്. DYFI അഖിലേന്ത്യാ അധ്യക്ഷൻ A. റഹീം CPM-ന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. CPM സംസ്ഥാന സമിതിയാണ് റഹീമിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. 31-നാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. സംഘടനയിലും പാർലമെന്ററി രംഗത്തും യുവാക്കൾക്ക് കൂടുതൽ അവസരമെന്ന നയം CPM തുടരാലെയാണ് രാജ്യസഭയിലും റഹീമിന് അവസരം നൽകുന്നത്. രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാനുള്ള വലിയ പോരാട്ടത്തിൽ രാജ്യത്തിന്റെ പരമോന്നത നിയമനിർമ്മാണ സഭകളിൽ ഒന്നിലേക്ക് പാർലമെന്റിലേക്ക് എന്നെ അയക്കാൻ പ്രതിനിധീകരിക്കാൻ ലഭിച്ച ഈ അവസരം പൂർണ്ണമായും രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിനിയോഗിക്കും. DYFI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന A. റഹീം കഴിഞ്ഞ നവംബറിലാണ് DYFIയുടെ ദേശീയ അധ്യക്ഷനായത്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യം കൂടി പരിഗണിച്ചാണ് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയക്കാൻ CPM തീരുമാനിച്ചത്. SFI സംസ്ഥാന വൈസ് പ്രസിഡന്റും കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമായിരുന്നു A. റഹീം. ചുരുങ്ങിയ കാലം മാധ്യമപ്രവർത്തകനുമായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യസഭാ സീറ്റിൽ അതൃപ്തി പരസ്യമാക്കി LJD. LDF അവഗണിക്കുകയാണെന്നും രാജ്യസഭാ സീറ്റ് നൽകാതെ അപമാനിച്ചെന്നും LJD കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ കുറ്റപ്പെടുത്തി. നിയമസഭാ തദ്ദേശ സീറ്റുകൾക്ക് പുറമെ രാജ്യസഭാ സിറ്റിംഗ് സീറ്റും പിടിച്ചെടുത്തു. UDF വലിയ പരിഗണന നൽകിയിരുന്നെന്നും മനയത്ത് ചന്ദ്രൻ പറഞ്ഞു. UDF സംഘടനാപരമായ അതിൻ്റെ രാഷ്ട്രീയമായ അടിത്തറയിലൊന്നും ഞങ്ങൾക്ക് വലിയ വിശ്വാസമില്ലെങ്കിൽ പോലും വലിയ പരിഗണനയാണ് അവർ തന്നത്. നിയമസഭാ സീറ്റിൽ ഞങ്ങളുടെ സീറ്റുകൾ കുറച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറച്ചു. അവസാനം ഈ രാജ്യസഭാ സീറ്റ് ഞങ്ങളുടെ പാർട്ടിക്ക് അവകാശപ്പെട്ട
ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്ന ആ സീറ്റടക്കം ഏകപക്ഷീയമായി ഒരു ഡിസ്കഷനും ഉപകക്ഷി ചർച്ചയോ കാര്യങ്ങളോ നടത്താതെ ഇന്നലെ ചേർന്ന LDF യോഗത്തിൽ 2009 എങ്ങനെയാണോ കോഴിക്കോട് ലോക്സഭയിൽ എടുത്തത്, ഞങ്ങൾ എടുത്തിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഒന്ന് ഞങ്ങൾ എടുത്തു, ഒന്ന് CPI കൊടുത്തു. കൂടുതൽ വിവരങ്ങളുമായി അശ്വിൻ വല്ലത്ത് കൂടി ചേരുന്നുണ്ട്. അശ്വിൻ, പരസ്യമായി തന്നെയാണ് ഇപ്പോൾ അതൃപ്തി പറഞ്ഞിരിക്കുന്നത്. അതും അവർ ഒന്നുകൂടി കടത്തി പറഞ്ഞിരിക്കുന്നു. UDF-ലായിരുന്നപ്പോൾ ഇതിൽ കൂടുതൽ പരിഗണന ഞങ്ങളുടെ പാർട്ടിക്ക് ലഭിച്ചിരുന്നുവെന്ന്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയായി കാണാൻ കഴിയുമോ, അതോ ഈ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള തർക്കത്തിന്റെ ഭാഗമാണോ? കിരൺ, 2009 ലോക്സഭാ സീറ്റ്, കോഴിക്കോട് ലോക്സഭാ സീറ്റ് LJDക്ക് അന്ന് ജനതാദളായിരുന്നു. അന്ന് നഷ്ടപ്പെട്ട സമയത്താണ് അവർ മുന്നണി വിടുന്നത്, LDF വിട്ട് UDF-ലേക്ക് പോകുന്നത്. അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് LJDയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ പറയുന്നത്. UDF-ലായിരുന്നപ്പോൾ LJDക്ക് വലിയ പരിഗണന ലഭിച്ചിരുന്നു. UDF-ൽ കൃത്യമായി മന്ത്രിസ്ഥാനമുണ്ടായിരുന്നു, അതേപോലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പരിഗണനയുണ്ടായിരുന്നു. അത്തരത്തിലുള്ള എല്ലാ പരിഗണനയും UDF-ലായിരുന്നപ്പോൾ കിട്ടിയിരുന്നു. എന്നാൽ LDF-ൽ വന്നതിന് ശേഷം അത്തരത്തിലുള്ള പരിഗണനയില്ല. ഘട്ടം ഘട്ടമായി തദ്ദേശ സീറ്റുകളെല്ലാം തന്നെ എടുത്തു. അതേപോലെ തന്നെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു. 3 സീറ്റുകൾ മാത്രമാണ് മത്സരിച്ചത്. അതിൽ ഒരു സീറ്റ് ജയിച്ചു. പക്ഷേ മന്ത്രിസ്ഥാനം ഇപ്പോഴുമില്ല. നേരത്തെ UDF-ലായിരുന്ന സമയത്ത് മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ LJDയുടേത് എന്ന് പറയുന്ന സിറ്റിംഗ് സീറ്റ് പോലും ഏറ്റെടുത്തിരിക്കുന്നു. നേരത്തെ തന്നെ LJD ആവശ്യപ്പെട്ടിരുന്നു. ഒഴിവ് വരുന്ന 2 സീറ്റുകളിൽ ഒരെണ്ണം LJDക്ക് അവകാശപ്പെട്ടതാണ്. അത് വേണം എന്നുള്ള നിലയ്ക്ക് LJD നേരത്തെ തന്നെ അവകാശവാദം ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് LDF പരിഗണിച്ചില്ല. CPM അത്തരത്തിലുള്ള ഒരു പരിഗണനയും നൽകിയില്ല എന്നുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി LJDക്കുള്ളിൽ രൂപപ്പെട്ടു വരുന്ന വിമർശനങ്ങൾ ഇപ്പോൾ മറനീക്കി പുറത്തു വരികയാണ്. ഇന്ന് വൈകിട്ട് അവർ ഓൺലൈനായി സംസ്ഥാന ഭാരവാഹി യോഗം ചേരുന്നുണ്ട്. മാത്രമല്ല കോഴിക്കോട് ജില്ലാ ഭാരവാഹികളുടെ യോഗവും ഓൺലൈനായി തന്നെ ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടാവും എന്നാണ് ലഭിക്കുന്ന ഒരു സൂചനകൾ. ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കണം, തുറന്ന നിലപാട് എടുക്കണം എന്നുള്ളൊരു സമ്മർദ്ദം ഈ സംസ്ഥാന ഭാരവാഹികളെല്ലാം ശ്രേയാംസ് കുമാറിന് മുന്നിൽ വയ്ക്കും എന്നുള്ളൊരു സാധ്യത തന്നെയാണ് വരുന്നത്. ശ്രേയാംസ് കുമാറിനെതിരെയും വിമർശനങ്ങൾ മനയത്ത് ചന്ദ്രൻ ഉന്നയിച്ചിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം ഈ രാജ്യസഭാ സീറ്റ്, LJDക്ക് അവകാശപ്പെട്ട രാജ്യസഭാ സീറ്റ് മുന്നണിയിൽ സമ്മർദ്ദം ചെലുത്തി വാങ്ങിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നൊരു വിമർശനവും കൂടി മനയത്ത് ചന്ദ്രൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് മനയത്ത് ചന്ദ്രന്റെ മാത്രം വിമർശനമല്ല. ആ പാർട്ടിക്കുള്ളിൽ നിന്ന് നേരത്തെ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. സലീം മടവൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിലെല്ലാം തന്നെ CPM ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചു, LJDയെ അപമാനിച്ചു എന്നൊക്കെയുള്ള തരത്തിലുള്ള വിമർശനങ്ങളാണ് മുന്നോട്ടേക്ക് വരുന്നത്. മാത്രമല്ല മനയത്ത് ചന്ദ്രൻ ഒരു പടി കൂടെ കടന്ന് UDF-ൽ ലഭിച്ചിരുന്ന ഒരു പരിഗണന അത് LDF-ൽ ലഭിക്കുന്നില്ല എന്ന് പറയുന്നു. അണികളുടെ ഭാഗത്ത് നിന്ന് വലിയ രൂപത്തിലുള്ള സമ്മർദ്ദമുണ്ടാവുന്നുണ്ട്. നേതാക്കൾക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല, ഇത്തരത്തിൽ ഒരു പരിഗണന ലഭിക്കാതെ മുന്നണിയിൽ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ, അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. ഇന്ന് ചേരുന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ഈ വിഷയങ്ങളെല്ലാം ചർച്ചയാവും. ശ്രേയാംസ് കുമാറിനോട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരസ്യമായ നിലപാട് സ്വീകരിക്കാൻ ഈ നേതാക്കൾ ആവശ്യപ്പെടും എന്ന് തന്നെയാണ് ലഭിക്കുന്ന ഒരു സൂചനകൾ. അങ്ങനെയെങ്കിൽ വീണ്ടും LDF-ൽ തന്നെ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കിരൺ, എന്തായാലും LJD തങ്ങളുടെ അതിർത്തി പരസ്യമാക്കിയിരിക്കുകയാണ്. ഒരു പടി കൂടി കടന്ന UDF ഇതിൽ കൂടുതൽ പരിഗണന നൽകിയിരുന്നു എന്നുകൂടി അവർ പറയുന്നുണ്ട്. എന്തായാലും വീണ്ടും ഈ വിഷയം ചർച്ചയാവുക തന്നെയാണ്. മറ്റൊരു വാർത്തയിലേക്ക്, ഹിജാബ് വിഷയം അടിയന്തരമായി പരിഗണിക്കാനാവില്ലെന്ന് ആവർത്തിച്ച് സുപ്രീംകോടതി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹിജാബ് നിരോധിച്ച നടപടി കർണാടക ഹൈക്കോടതി ശരിവെച്ചതിനെ ചോദ്യം ചെയ്തുള്ള ഹർജികൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ മറുപടി. വിഷയം അടിയന്തരമായി പരിഗണിക്കേണ്ടെന്നും എന്തു സാഹചര്യമാണുള്ളതെന്നും ചീഫ് ജസ്റ്റിസ് NV രമണ അഭിഭാഷകനായ സഞ്ജയ് ഹെഗ്ഡെയോട് ചോദിച്ചു. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നില്ലെന്ന് അഭിഭാഷകൻ മറുപടി നൽകി. പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യമില്ലെന്ന് നിരീക്ഷിച്ച കോടതി വിഷയം പരിശോധിക്കട്ടെ എന്നും വ്യക്തമാക്കി. ഹോളി അവധിക്ക് ശേഷം കേസ് ലിസ്റ്റ് ചെയ്യാമെന്നും കോടതി പറഞ്ഞു.